ആരോ ഒരാൾ ഭാഗം 19. അന്ത്യകർമ്മങ്ങൾക്ക് ശേഷം സച്ചിൻ്റെ നിശ്ചലമായ ശരീരം കല്ലറയിലേക്ക് ഇറക്കിയ നിമിഷം വാവിട്ട് കരയുന്ന പ്രിയപ്പെട്ടവർക്കൊപ്പം പ്രകൃതിയും അവൻ്റെ വേർപാടിൻ്റെ ദുഃഖം താങ്ങാനാകാതെ വിങ്ങിപ്പൊട്ടി. അതുവരെ ഇല്ലാത്ത ഭാവത്തിൽ ആകാശം കറുത്തിരുണ്ടു. ആ കുടുംബത്തിൻ്റെ മുഴുവൻ കണ്ണീർ കണങ്ങളും ഒരുമിച്ച് ആർത്തലച്ചൊഴുകുന്നതുപോലെ മഴത്തുള്ളികൾ ഭൂമിയിലേക്ക് ആഞ്ഞുപതിച്ചു. ആ മഴയിൽ നനഞ്ഞു കുതിർന്ന് വിറയ്ക്കുന്ന കൈകളോടെ അവസാനമായി ഒരു പിടി മണ്ണ് സച്ചുവേട്ടൻ്റെ കുഴിമാടത്തിലേക്ക് ഇടുമ്പോഴും മെർലിൻ്റെ മനസ്സിന് ഒട്ടും പതർച്ചയുണ്ടായിരുന്നില്ല. ഇനിയുള്ള തൻ്റെ ജീവിതയാത്രകൾ കൂടി ഈ പച്ച മണ്ണിനൊപ്പം സച്ചുവേട്ടൻ്റെ ആത്മാവിനു വേണ്ടി ഞാൻ സമർപ്പിക്കുകയാണ്. ആ ബോധ്യം അവളിൽ തീവ്രമായിരുന്നു. എല്ലാം കഴിഞ്ഞ് പിന്തിരിഞ്ഞു നോക്കുമ്പോൾ അവൾ ആ കാഴ്ച കണ്ടു. യാതൊരു ഭാവഭേദവുമില്ലാതെ കൈകൾ കെട്ടി കൂസലില്ലാതെ നിൽക്കുന്ന സായ. വീണ്ടും വീണ്ടും സായ തന്നിൽ സംശയത്തിൻ്റെ നിഴൽ നിറയ്ക്കുകയാണ്. എൻ്റെ സച്ചുവേട്ടനെ ഇല്ലാതാക്കിയത് അവളാണെങ്കിൽ പോലും എൻ്റെ പ്രതികാരത്തിൻ്റെ മൂർച്ച കുറയാൻ പോകുന്നില്ല. ഇനി മുന്നോട്ടുള്ള എൻ്റെ ജീവിതം ആ കൊലയാളിക്ക് വേണ്ടി മാത്രമുള്ളതാണ്. മെർലിൻ ഒരിക്കൽ കൂടി മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു. ഒരു നിമിഷം സായയുടെ തീക്ഷ്ണമായ കണ്ണുകളും മെർലിൻ്റെ ദൃഢമായ കണ്ണുകളും തമ്മിലിടഞ്ഞു. കുറച്ചുനേരം ആ നിൽപ്പ് നിന്നിട്ട് സായ അതിവേഗം വെട്ടിത്തിരിഞ്ഞ് ആ ശ്മശാന ഭൂമിയിൽ നിന്നും പുറത്തേക്ക് നടന്നു. പകൽ കടന്നുപോയി. രാത്രിയുടെ വരവിലും ആ വീട്ടിലെ തേങ്ങലുകൾ ഒടുങ്ങുന്നുണ്ടായിരുന്നില്ല. മകൻ നഷ്ടപ്പെട്ട പിതാവിൻ്റെ വേദനയ്ക്ക് തുല്യമായി ഈ ലോകത്ത് പകരം വയ്ക്കാൻ എന്താണുള്ളത്? പുത്രദുഃഖത്താൽ തേങ്ങിക്കരയുമ്പോഴും വർഗീസിൻ്റെ മനസ്സിൽ 1000 ചോദ്യങ്ങൾ തിങ്ങി നിറഞ്ഞു. വീണ്ടും സച്ചുവിൻ്റെ അപകടം നടന്ന ദിവസത്തിലേക്ക് അയാളുടെ ഓർമ്മകൾ തിരിച്ചു പോയിക്കൊണ്ടിരുന്നു. അന്ന് ആശുപത്രിയിൽ അതുപോലൊരു അത്യാവശ്യം ഉണ്ടായിട്ടില്ല. പിന്നെ ആരായിരിക്കും ആശുപത്രിയിൽ നിന്നാണെന്ന് പറഞ്ഞ് തന്നെ വിളിച്ചത്? ആ ഒരു ഫോൺ കോൾ, അതാണ് തൻ്റെ മകനെ തനിക്ക് നഷ്ടപ്പെടാൻ ഇടയാക്കിയത്. അങ്ങനെയെങ്കിൽ താനാണ് ആ മകൻ്റെ മരണത്തിന് ഉത്തരവാദി. കണ്ണുനീർ കണങ്ങൾ പുഴയായി ഒഴുകുമ്പോൾ വർഗീസ് സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു. എടോ, താനിങ്ങനെ തളർന്നാൽ ബാക്കിയുള്ളവരെ ആരാ ആശ്വസിപ്പിക്കുന്നത്? ഇവിടെ ഒരു പെൺകുട്ടിയുണ്ട്. അവളുടെ ജീവിതത്തിന് ആരാണ് സമാധാനം പറയുക? അവളെ ആരാണ് ഒന്ന് ആശ്വസിപ്പിക്കുക? ജീവിതം തുടങ്ങും മുൻപേ എല്ലാം നഷ്ടപ്പെട്ട ഒരു പാവം കുഞ്ഞ്. തനിക്കറിയാലോ, അവൾക്ക് പോകാൻ ഒരിടമില്ല. കൂടെ നിന്ന് ആശ്വസിപ്പിക്കാൻ അവൾക്ക് ആരുമില്ല. താനത് മനസ്സിലാക്കണം. ഫെർണാണ്ടസിൻ്റെ താഴ്ന്ന ശബ്ദമാണ് ആഴമേറിയ ആലോചനകളിൽ നിന്നും വർഗീസിനെ ഉയർത്തിയത്. അതെനിക്കറിയാം. പക്ഷേ എടോ, ഇന്നലെ വരെ എനിക്ക് 2 ആൺമക്കളായിരുന്നു. അതിലൊന്നാണ് പോയത്. പക്ഷേ ഇന്നു മുതൽ എനിക്കൊരു മകൾ കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ അവളെ ആശ്വസിപ്പിക്കാനും അവളുടെ ദുഃഖത്തിൽ ചേർന്ന് നിൽക്കാനും അവൾക്ക് സന്തോഷമേകാനും ഇപ്പോൾ അവൾക്കൊരു കുടുംബമുണ്ട്. പക്ഷേ ഞാൻ ആലോചിക്കുന്നത് അതൊന്നുമല്ല. എൻ്റെ മകനെ മരണത്തിലേക്ക് തള്ളിവിട്ടത് ഞാനാണെന്ന് ഒരു തോന്നൽ. ആ ഫോൺ കോൾ വന്നപ്പോൾ രണ്ടാമതൊന്നും ആലോചിക്കാതെ അവനെ ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു വിട്ടത് എന്തിനാണെന്ന് എനിക്കിപ്പോഴും പിടികിട്ടുന്നില്ല. എങ്കിലും ആർക്കായിരിക്കും എൻ്റെ മോനോട് ഇത്ര ദേഷ്യമുള്ളത്? അവനൊരു പാവമായിരുന്നില്ലേ? അറിഞ്ഞോ അറിയാതെയോ ഞങ്ങൾ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ. ഒരു പൊട്ടിക്കരച്ചിലോടെ വർഗീസ് ഫെർണാണ്ടസിൻ്റെ തോളിലേക്ക് ചാഞ്ഞു. ആശ്വാസവാക്കുകൾ പറയാൻ എനിക്കാവില്ലടാ. ഓരോ മനുഷ്യനെയും സൃഷ്ടിക്കുമ്പോൾ ദൈവം അവൻ്റെ മരണവും കൂടി എഴുതിയാണ് ഈ ലോകത്തിലേക്ക് വിടുന്നത്. നമ്മൾ വെറും മനുഷ്യർ മാത്രം. ദൈവത്തിൻ്റെ ആ വിധിയെ മാറ്റി എഴുതാൻ നമുക്കാവില്ല. നമ്മൾ പറയാറില്ലേ, മക്കൾ ദൈവത്തിൻ്റെ ദാനമാണെന്ന്. അത് സത്യമാണ്. ദൈവം ദാനമായി തന്നു, ദാനമായി എടുത്തു. ആകാശത്തിലിരിക്കുന്ന നമ്മുടെ പൊന്നു തമ്പുരാൻ നമ്മളെ നോക്കാനായി ഏൽപ്പിച്ച സൃഷ്ടി മാത്രമാണ് സച്ചു. ആ പരമകാരുണ്യവാൻ അവനെ തിരിച്ചു വിളിക്കാൻ ആഗ്രഹിച്ചുവെങ്കിൽ അതിനെ തടയാൻ നമുക്ക് സാധിക്കുമോ? നമ്മളിൽ നിന്ന് ഓടി അകന്നതിനെ ഓർത്ത് സങ്കടപ്പെടാതെ നമ്മുടെ മുന്നോട്ടുള്ള ജീവിതം നമുക്ക് ഓടിത്തീർക്കണം. താൻ ഒരുപാടൊന്നും ചിന്തിക്കേണ്ട. സച്ചുവിൻ്റെ മരണം കാറപകടം തന്നെയാണ്. അല്ലാതെ അതിന് പിന്നിൽ ആരും ഉണ്ടാകില്ല.
അല്ലെങ്കിൽ തന്നെ ആ പാവം പിടിച്ച മോനോട് ആർക്കാണ് വാശി? ഫെർണാണ്ടസ് വർഗീസിനെ ആശ്വസിപ്പിക്കാനായി പറഞ്ഞു. നീ പറഞ്ഞതൊക്കെയും സത്യമാണ്. പക്ഷേ എങ്കിലും ഞാനൊരു പിതാവല്ലേടാ. വർഗീസ് അല്പനേരം നിർത്തി തുടർന്നു പറയാൻ തുടങ്ങി. എനിക്കൊരു തോന്നൽ, ആരോ നമുക്ക് ചുറ്റിനും കഴുകൻ കണ്ണുകളോടെ കാത്തിരിപ്പുണ്ടെന്ന്. നമുക്ക് കാണാനാകാത്ത ഏതോ ഒരു ശക്തി നമ്മുടെ മക്കളുടെ ജീവന് വേണ്ടി കാത്തിരിക്കുന്നു. ഇന്ന് സച്ചിനാണെങ്കിൽ നാളെ അത് റോഷനാകാം, മറ്റന്നാൾ മെർലിനും. നമുക്ക് കുട്ടികളെ വിളിച്ച് കരുതലോടെ ഇരിക്കാൻ പറയാം. നാളെ പുലരുമ്പോൾ തന്നെ നമുക്ക് സ്റ്റേഷനിലേക്ക് പോകണം. സംശയിക്കാൻ ആരുമില്ലെങ്കിലും ആരോ നമുക്ക് പുറകെയുണ്ട് എന്നൊരു തോന്നൽ. ഒരുപക്ഷെ ഇതൊക്കെ എൻ്റെ തോന്നൽ മാത്രമായിരിക്കും. എങ്കിലും നമുക്ക് അവനെപ്പറ്റി ഒന്നുകൂടി അന്വേഷിക്കണം. വർഗീസിൻ്റെ ശബ്ദത്തിൽ ഭയം നിറഞ്ഞിരുന്നു. ആരെപ്പറ്റി? വർഗീസ് പറഞ്ഞു നിർത്തിയപ്പോൾ ഫെർണാണ്ടസ് ആകാംക്ഷയോട് ചോദിച്ചു. തോമസ്. തോമസോ? അതിന് അയാൾ ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം മരിച്ചു എന്നല്ലേ നമുക്കറിയാൻ കഴിഞ്ഞത്? വല്ലാത്തൊരു ഞെട്ടലോടെയാണ് ഫെർണാണ്ടസ് അത് ചോദിച്ചത്. അതെ, അങ്ങനെയാണ് നമ്മൾ അറിഞ്ഞത്. പക്ഷേ സച്ചുവിൻ്റെ മിന്നുകെട്ട് നടക്കുമ്പോൾ ആ ആളുകൾക്കിടയിൽ ഞാൻ അയാളെ കണ്ടതുപോലെ ഒരു തോന്നൽ. ഒരു മിന്നായം പോലെ ആ കണ്ണുകളിലെ ക്രൂരമായ ഭാവം ഞാൻ കണ്ടതാണ്. അത് എൻ്റെ മനസ്സിൻ്റെ തോന്നലാണെന്നാണ് അപ്പോഴും ഞാൻ കരുതിയത്. പക്ഷേ ഇപ്പോൾ എനിക്ക് വല്ലാത്ത സംശയം തോന്നുന്നു, അതയാളാണോ എന്ന്. അതിന് നമ്മൾ അയാളോട് എന്തെങ്കിലും തെറ്റ് ചെയ്തോ? അയാൾ ചെയ്തു കൂട്ടിയ പാപത്തിൻ്റെ ഫലം അയാൾ അനുഭവിച്ചു, അത്രയല്ലേ ഉള്ളൂ. ഫെർണാണ്ടസ് വേദനയോടെ പറഞ്ഞു. അത് അയാളാണെങ്കിൽ ആ മനുഷ്യൻ്റെ ക്രൂരതയുടെ ആഴം നേരിൽ കണ്ടവരല്ലേ ഞാനും നീയും. മീര, അയാളെ ജീവന് തുല്യം സ്നേഹിച്ച അവളുടെ അവസ്ഥ അതായെങ്കിൽ എൻ്റെ ഈശോയെ, നമ്മുടെ കുലം മുടിക്കാതെ അവൻ അടങ്ങില്ല. വർഗീസിൻ്റെ തുടർന്നുള്ള വാക്കുകൾ ഫെർണാണ്ടസിനെ വല്ലാതെ ഭയപ്പെടുത്തി കളഞ്ഞു. നിങ്ങൾ ഇവിടെ ഇരിക്കുവാണോ? ഇനി നിങ്ങളെ തേടാൻ ഒരു സ്ഥലം പോലും ബാക്കിയില്ല. ഡാഡി, എനിക്ക് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോഴാണ് അവരെ തേടി മെർലിൻ റോഷനോടൊപ്പം അവിടേക്ക് എത്തിയത്. വാ, എന്താണെങ്കിലും നിങ്ങളെത്തിയത് നന്നായി. ഞാൻ അവിടേക്ക് വരാൻ തുടങ്ങുകയായിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് നിങ്ങളോടും പറയാനുണ്ട്. കേൾക്കുമ്പോൾ വളരെ നിസ്സാരമെന്ന് തോന്നാമെങ്കിലും ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താണെങ്കിലും ആദ്യം നിങ്ങൾ പറയാൻ വന്ന കാര്യം പറയൂ. ഞാൻ പറയാൻ പോകുന്ന കാര്യത്തിന് അല്പം നീളം കൂടുതലാണ്. അതുകൊണ്ട് അത് അതിനുശേഷമാകാം. ഫെർണാണ്ടോ കുട്ടികളെ രണ്ടുപേരെയും ഇരുവശങ്ങളിലായി ഇരുത്തിക്കൊണ്ട് പറഞ്ഞു. ഡാഡി, ഈ സമയത്ത് ഞാൻ പറയുന്നത് ശരിയാണോ എന്നെനിക്കറിയില്ല. പക്ഷേ മെർലിൻ തുടക്കമിട്ടു. ഒന്നും പിന്നത്തേക്കിന് മാറ്റിവെക്കണ്ട. എന്താണെങ്കിലും ഇപ്പോൾ തന്നെ പറഞ്ഞോളൂ. സച്ചുവേട്ടൻ്റെ മരണം അതൊരു അപകട മരണമായി എനിക്ക് തോന്നുന്നില്ല. ആരോ സച്ചുവേട്ടനെ അപായപ്പെടുത്തിയതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഫെർണാണ്ടോയുടെ അനുവാദം കിട്ടിയപ്പോൾ മെർലിൻ വല്ലാത്ത ആലോചനയോടെ പറഞ്ഞു. അവളുടെ വാക്കുകൾ സമ്മാനിച്ച ഞെട്ടലിൽ വർഗീസും ഫെർണാണ്ടസും ഭയത്തോടെ പരസ്പരം നോക്കി. മോളെ, നീ എന്താ അങ്ങനെ പറഞ്ഞത്? ഫെർണാണ്ടസ് ആശങ്കയോടെ ചോദിച്ചു. കാരണം സച്ചുവേട്ടന് അങ്ങനെയൊരു അപകടമുണ്ടാകാനുള്ള സാധ്യത 1% പോലുമില്ല. 100% ശ്രദ്ധയോടെയേ ഏട്ടൻ വണ്ടി ഓടിക്കാറുള്ളൂ. അല്ലെങ്കിൽ തന്നെ ആ റോഡിൽ ഇതുപോലൊരു അപകടം ഉണ്ടാകേണ്ട കാര്യവുമില്ല. എത്ര ദിശ തെറ്റി വന്ന വണ്ടിയാണെങ്കിലും ഇത്രയധികം ശക്തിയോടെ സച്ചുവേട്ടൻ്റെ വണ്ടിയിൽ ഇടിക്കില്ല എന്നാണ് അവിടെ ഉണ്ടായിരുന്നവരും പറഞ്ഞത്. ആ ഡ്രൈവർ, അയാളും മിസ്സിംഗ് ആണ്. അങ്ങനെയെങ്കിൽ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. എവിടെയോ എന്തോ ഒരു തകരാർ പോലെ. ഒരുപക്ഷെ എല്ലാം എൻ്റെ തോന്നലായിരിക്കും. എങ്കിലും മെർലിൻ പറഞ്ഞു നിർത്തി. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. സച്ചുവേട്ടന് അപകടമുണ്ടായി എന്നറിഞ്ഞപ്പോഴാണ് ആശുപത്രിയിലേക്ക് എമർജൻസിയായി മറ്റൊരു സർജനെ ഏർപ്പാട് ചെയ്യാൻ ഞാൻ ശ്രമിച്ചത്. അപ്പോൾ ആശുപത്രിയിൽ നിന്ന് എനിക്ക് കിട്ടിയ മറുപടി അങ്ങനെ ഒരു ആക്സിഡൻറ്റ് കേസ് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് മാത്രമാണ്. എല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ആരോ ഒരാൾ ഇതിന് പുറകിലുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. മെർലിൻ ഉറച്ച ശബ്ദത്തോടെ പറഞ്ഞു നിർത്തി.
അതെ മോളെ, മോള് പറഞ്ഞത് ശരിയാണ്. സച്ചുവിനെ ആരോ മനഃപൂർവ്വം ഈ അപകടത്തിലേക്ക് വലിച്ചെടുക്കുകയായിരുന്നു. പക്ഷേ അത് ആരാണെന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായും മനസ്സിലാക്കാനാകുന്നില്ല. ചിലതൊക്കെ ഞങ്ങളുടെ മനസ്സിൽ ഉത്തരമില്ലാത്ത ചോദ്യമായി അവശേഷിക്കുന്നുണ്ട്. ഇത്ര കാലവും നിങ്ങളോട് പറയാത്ത ചില കാര്യങ്ങൾ. നമ്മുടെ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ഇത്ര കാലവും നിങ്ങളോട് പറയാത്ത ഒരു സംഭവമുണ്ട്. ഇനിയിപ്പോൾ അത് നിങ്ങളും കൂടി അറിഞ്ഞിരിക്കണം. അതുമായി സച്ചുവിൻ്റെ മരണത്തിന് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷേ ആ സംഭവം നിങ്ങളോടുകൂടി പറയണമെന്ന് ഇപ്പോൾ ഡാഡിക്ക് തോന്നുന്നു. ഫെർണാണ്ടോയുടെ വാക്കുകൾ കേട്ട് അവർ അത്ഭുതത്തോടെ, അതിലേറെ ഞെട്ടലോടെ അദ്ദേഹത്തെ നോക്കി. പക്ഷേ അന്നത്തെ ആ സംഭവത്തിൽ ഉൾപ്പെട്ട ഡോക്ടർ തോമസ്, അദ്ദേഹം ജീവപര്യന്തം ശിക്ഷയ്ക്ക് ശേഷം ജയിലിൽ നിന്നിറങ്ങി പിന്നീട് മരണപ്പെട്ടു എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത്. അയാളുടെ കുടുംബം, മാതാപിതാക്കൾ, അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്ന് പോലും ഞങ്ങൾക്കറിയില്ല. ഫെർണാണ്ടസ് ഓർമ്മകളിൽ പരതിക്കൊണ്ട് പറഞ്ഞു തുടങ്ങി. കുറേയേറെ വർഷങ്ങൾക്ക് മുൻപ് മാളിയേക്കൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്ന സ്വപ്നത്തിന് ആദ്യ വിത്ത് പാകിയ കാലം. ഫെർണാണ്ടസ്, വർഗീസ്, സൂസൻ ഒരുമിച്ച് മെഡിസിൻ പഠനം പൂർത്തിയാക്കിയ 3 യുവ ഡോക്ടർമാർ. പഠനകാലത്ത് തുടങ്ങിയ സൗഹൃദം വർഗീസിനെയും സൂസനെയും ഒരുമിച്ച് ജീവിക്കാൻ പ്രേരിപ്പിച്ചു. അവരെ വിട്ടുപിരിയാനാവാതെ ഫെർണാണ്ടസും. ഒടുവിൽ അവരാ തീരുമാനമെടുത്തു. നമുക്കൊരുമിച്ച് ഒരാശുപത്രി തുടങ്ങാം, നമ്മുടെ സ്വപ്നങ്ങൾക്കും സേവനത്തിനും വേണ്ടി. അപ്പോൾ പിന്നെ നമ്മൾ ഒരിക്കലും പിരിയേണ്ടി വരില്ലല്ലോ. സാധാരണ ആശുപത്രി ജീവനക്കാരിൽ നിന്നും മുതലാളിമാരിലേക്കുള്ള തുടക്കം അവിടെയായിരുന്നു. അവരുടെ കൂട്ടായ ശ്രമത്തിൽ പിറന്ന മാളിയേക്കൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പിച്ച വെച്ചു തുടങ്ങിയപ്പോൾ മുതൽ ആളുകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയ സ്ഥാപനമായി അത് മാറി. കൃത്യമായ സംവിധാനങ്ങൾ, രോഗികളോടുള്ള മനുഷ്യത്വം നിറഞ്ഞ സമീപനം എല്ലാം ഒത്തുചേർന്നപ്പോൾ ആശുപത്രി ഉയരങ്ങളിലേക്ക് കുതിച്ചു. ആശുപത്രിയുടെ വളർച്ചയ്ക്കൊപ്പം വെല്ലുവിളികളും വളർന്നു. കൂടുതൽ ഡോക്ടേഴ്സ് ആവശ്യമായി വന്നു. എല്ലാ വിഭാഗത്തിലും ഡോക്ടർമാരെത്തി. പക്ഷേ സർജൻ്റെ സ്ഥാനം മാത്രം ഒഴിഞ്ഞുകിടന്നു. നല്ലൊരു സർജനെ കൂടി കിട്ടിയില്ലെങ്കിൽ ഇനി നമുക്ക് മുന്നോട്ട് പോകാനാകുമെന്ന് തോന്നുന്നില്ല. വർഗീസിൻ്റെ വാക്കുകൾ ശരിയാണെന്ന് എല്ലാവർക്കും തോന്നി. അപ്പോഴാണ് അവർ അവനെ ഓർത്തെടുത്തത്. ഡോക്ടർ തോമസ്, അവരോടൊപ്പം പഠിച്ചിരുന്ന ഒരു സമർത്ഥനായ യുവ സർജൻ. അയാളുടെ കൈപുണ്യം അറിഞ്ഞിരുന്നതുകൊണ്ട് തന്നെ ആർക്കും എതിരഭിപ്രായമുണ്ടായിരുന്നില്ല. സ്വന്തം പ്രൊഫഷനിൽ മിടുക്കനായിരുന്നുവെങ്കിലും പണത്തോടുള്ള അവൻ്റെ ആർത്തി അവർക്ക് പരിചിതമായിരുന്നു. എങ്കിലും ആശുപത്രിക്ക് അത്യാവശ്യമായിരുന്ന സർജൻ്റെ സ്ഥാനത്തേക്ക് മറ്റാരേക്കാളും അയാളായിരിക്കും നല്ലതെന്ന് അവർക്ക് തോന്നി. അയാളുടെ മിടുക്ക് മാത്രം മതി, ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീട് നോക്കാം. ഫെർണാണ്ടസിൻ്റെ ഉറച്ച വാക്കുകൾ ഒരു തീരുമാനമായി മാറി. അയാൾ ആവശ്യപ്പെട്ട ഉയർന്ന ശമ്പളം സമ്മതിച്ചുകൊണ്ട് അവർ അദ്ദേഹത്തെ അവരിൽ ഒരാളായി സ്വീകരിച്ചു. ഡോക്ടർ തോമസ് ആശുപത്രിയുടെ ഏറ്റവും വേണ്ടപ്പെട്ടതിനായി പെട്ടെന്ന് തന്നെ മാറി. തുടക്കത്തിൽ എല്ലാം നല്ലതായിരുന്നു. ശസ്ത്രക്രിയാ മുറിയിൽ അദ്ദേഹത്തിൻ്റെ മികവ് എല്ലാവരെയും അമ്പരിപ്പിച്ചു. നമ്മുടെ തീരുമാനം തെറ്റിയില്ല. ആശ്വാസത്തിൻ്റെ ആ വാക്കുകൾ പറയുമ്പോൾ അവർക്കറിയില്ലായിരുന്നു മാനവികതയും പണക്കൊതിയും തമ്മിൽ ഒരിക്കലും ഒത്തുപോകില്ല എന്ന വലിയ സത്യം. അയാളുടെ സ്വഭാവത്തിലെ ആ ഇരുണ്ട ഭാഗം, പണത്തിനായിട്ടുള്ള അത്യാർത്തി, ഒരു ദിവസം വലിയൊരു അപകടമായി അവരെ തകർക്കുമെന്ന് അവർ കരുതിയില്ല. എല്ലാത്തിനുമൊടുവിൽ തങ്ങളെ കാത്തിരിക്കുന്നത് വലിയൊരു കൊടുങ്കാറ്റാണെന്ന് അറിയാതെ അവർ കർമ്മനിരതരായി. വിനാശകാലെ വിപരീത ബുദ്ധി, അതു പറഞ്ഞ് വർഗീസ് ദീർഘമായി നിശ്വസിച്ചു. തോമസിൻ്റെ വരവോടെ വലിയ വിജയമായിരുന്നു ആശുപത്രിക്ക് പിന്നീട് അങ്ങോട്ട്. ആദ്യമൊക്കെ തോമസിനെ സംശയത്തിൻ്റെ കണ്ണുകൊണ്ട് നോക്കിക്കണ്ട എല്ലാവരും പിന്നീട് അവനെ വിശ്വസിച്ചു തുടങ്ങി. അവൻ്റെ പഴയ സ്വഭാവങ്ങൾ ഒക്കെ മാറിയതായി അവർക്ക് തോന്നുകയും ചെയ്തു. എങ്കിലും പ്രായത്തിൻ്റെ ചെറിയ ചുറ്റിക്കളികളൊക്കെ അവനുണ്ടായിരുന്നു. ആശുപത്രിയുടെ പുറത്തുള്ള ചുറ്റിക്കളികളെയൊക്കെ അവർ ക്ഷമിക്കാൻ തയ്യാറായിരുന്നു. അല്ലെങ്കിൽ തന്നെ അതിൽ മറ്റുള്ളവർക്ക് ഇടപെടേണ്ട കാര്യമില്ലല്ലോ.
ദിവസങ്ങൾ മുന്നോട്ട് ചെല്ലുന്തോറും അവൻ ആശുപത്രിക്കുള്ളിലേക്ക് അവൻ്റെ കുസൃതികളെ കൊണ്ടുവരാൻ തുടങ്ങി. സഹപ്രവർത്തകരായ സ്ത്രീകളോടുള്ള അയാളുടെ സമീപനം അത് സഹിക്കാവുന്നതിലും അപ്പുറമായി മാറി. തോമസ്, താങ്കളുടെ സേവനത്തെ ഞങ്ങൾ മാനിക്കുന്നു. പക്ഷേ നിങ്ങളുടെ കുസൃതികൾ അത് പവിത്രമായ ഈ സ്ഥാപനത്തിനുള്ളിൽ വേണ്ട. ഒരു പ്രത്യേക സാഹചര്യം വന്നപ്പോൾ വർഗീസ് തുറന്നു പറഞ്ഞു. ഇതൊക്കെയല്ലേ നമ്മുടെ ജീവിതത്തിലെ ഓരോ സന്തോഷങ്ങൾ, ജസ്റ്റ് ഫോർ എ ഫൺ. എന്നാലും നിങ്ങൾ വേണ്ട എന്ന് പറയുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചോളാം. പൊട്ടിച്ചിരിയുടെ അകമ്പടിയോടെ അദ്ദേഹം വർഗീസിന് ഉറപ്പ് കൊടുത്തു. ആ ഇടയ്ക്കാണ് ആശുപത്രിയിലേക്ക് പുതിയതായി ഒരു നേഴ്സ് ജോലിക്ക് വന്നത്. തോമസിൻ്റെ പ്രത്യേക താൽപ്പര്യപ്രകാരം OT-യിലേക്കായിരുന്നു അവരുടെ അപ്പോയിൻമെൻറ്റ്. തികഞ്ഞ മര്യാദയും പക്വതയുമുള്ള നല്ലൊരു പെൺകുട്ടി, മീര. മീരയുടെ വരവോടെ തോമസ് അപ്പാടെ മാറുകയായിരുന്നു. പിന്നീടങ്ങോട്ട് അവൾ മാത്രമായി അവൻ്റെ ലോകം. അതോടുകൂടി എല്ലാവർക്കും വലിയ സമാധാനമാകുകയും ചെയ്തു. ഇനി അങ്ങോട്ട് തോമസിനെ നേർവഴിക്ക് കൊണ്ടുവരാൻ മീരയുണ്ടല്ലോ എന്ന സമാധാനമായിരുന്നു അവർക്ക്. മാസങ്ങൾ കഴിഞ്ഞു പോയപ്പോൾ മറ്റു ചിലതുകൂടി അവിടെ സംഭവിച്ചു. എല്ലാ സദാചാരവാദികളെയും വെല്ലുവിളിച്ചുകൊണ്ട് അവർ ഒരുമിച്ച് താമസിക്കാനും തുടങ്ങി. ഇന്നത്തെ സാഹചര്യങ്ങളായിരുന്നില്ല അന്ന്. കാലം ഇത്രയൊന്നും പുരോഗമിച്ചിട്ടില്ല. ഒരു ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പിനെ അംഗീകരിക്കാനുള്ള മനസ്സ് അന്നത്തെ ലോകത്തിന് ഉണ്ടായിരുന്നില്ല. അവരുടെ ചെയ്തികൾ ആശുപത്രിയിൽ ഒരു സംസാര വിഷയമായപ്പോൾ അവരുടെ വിവാഹം നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചു. ആ വിവാഹത്തിന് ഒരാഴ്ച മാത്രം ബാക്കിയുള്ളപ്പോഴായിരുന്നു ആ സംഭവം നടക്കുന്നത്. എന്ത് സംഭവം? ഫെർണാണ്ടസ് ഇടയ്ക്കൊന്ന് നിർത്തി എന്ന് കണ്ടപ്പോൾ മെർലിൻ ആകാംക്ഷയോട് ചോദിച്ചു. അവളുടെ ചോദ്യത്തിന് പെട്ടെന്നൊരു മറുപടി പറയാതെ ഫെർണാണ്ടസ് ഓർമ്മകളിലേക്ക് തിരിച്ചു നടന്നു. വല്ലാതെ തിരക്ക് നിറഞ്ഞ ഒരു OP ഡ്യൂട്ടിക്ക് ശേഷം ഫെർണാണ്ടസ് ഒന്ന് വിശ്രമിക്കാൻ തുടങ്ങുമ്പോഴാണ് ആരോ വാതിലിൽ മുട്ടുന്ന ശബ്ദം കേട്ടത്. അനുവാദം കിട്ടുന്നതിന് മുൻപ് തന്നെ അവൾ ആ മുറിയിലേക്ക് കടന്നു വന്നു. എന്താ മീര, എന്തുപറ്റി? സർ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. വളരെ അത്യാവശ്യമാണ്. അത് കേൾക്കാനുള്ള മനസ്സുണ്ടാകണം. ഫെർണാണ്ടോയുടെ ചോദ്യത്തിന് ഉത്തരമായി അപേക്ഷിക്കുന്നത് പോലെ അവൾ പറഞ്ഞു. അവൾക്ക് പറയാനുള്ളത് നിസ്സാര കാര്യമല്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തിരക്കുകൾ മാറ്റിവെച്ച് അദ്ദേഹം അവളുടെ വാക്കുകൾക്കായി കാതോർത്തു. പിന്നീട് അവൾ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തെ വല്ലാതെ ഞെട്ടിച്ചു കളഞ്ഞു. അന്നുവരെ ആരുമറിയാത്ത ആശുപത്രിയുടെ മറ്റൊരു മുഖം, അതായിരുന്നു മീര അദ്ദേഹത്തിന് മുൻപിൽ തുറന്നു വെച്ചത്. ഡോക്ടർ, ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്. ഫാർമസിയിൽ നിന്നും കൊണ്ടുവരുന്ന പെത്തഡിൻ, അത് എണ്ണത്തിൽ കുറവ് വരുന്നു. മീര അത് പറയുമ്പോൾ ഫെർണാണ്ടസിൻ്റെ നെറ്റി ചുളിഞ്ഞു. പെത്തഡിൻ അതൊരു മയക്കുമരുന്നാണ്. അതിൽ കുറവ് വരുന്നത് ഒരു നിസ്സാര കാര്യമല്ല. എവിടെയോ എന്തോ ഒരു തകരാറുണ്ട്. വലിയൊരു അപകടത്തിലേക്കാണ് ഈ വാക്കുകൾ വിരൽ ചൂണ്ടുന്നത്. ഇറ്റ്സ് ഇമ്പോസിബിൾ. ഒരിക്കലും ഇതുപോലുള്ള മരുന്നുകളുടെ എണ്ണത്തിൽ കുറവ് വരാൻ പാടില്ല. അത് ആശുപത്രിയുടെ നടത്തിപ്പിനെ തന്നെ ബാധിക്കും. ഓക്കെ, നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു കമ്മിറ്റി രൂപീകരിച്ച് അന്വേഷണം നടത്തണം. ഒട്ടും വൈകാൻ പാടില്ല. നമുക്ക് വർഗീസിനെ കൂടി കാണാം. അത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചാടി എഴുന്നേറ്റു. സർ, ഞാൻ പറഞ്ഞു തീർന്നില്ല, ബാക്കി കൂടി കേൾക്കൂ, മീര പെട്ടെന്ന് പറഞ്ഞു. ഈ പ്രശ്നം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ ഞാൻ കാര്യങ്ങൾ ഗൗരവത്തിലെടുത്തിരുന്നു. ഓരോ സ്റ്റാഫുകളെയും ഞാൻ ചോദ്യം ചെയ്തു. ഞാൻ പലരെയും സംശയിച്ചു. ഒടുവിൽ തോമസിനോട് കാര്യം പറയാമെന്ന് കരുതുമ്പോഴാണ് ഒരു ദിവസം ഞാൻ ആ കാഴ്ച കണ്ടത്. എന്ത് കാഴ്ച? താൻ എന്താ കണ്ടത്? അത്, ഡോക്ടർ, നമ്മൾ കഴിഞ്ഞ ദിവസം അവയവദാനം നടത്തിയ പയ്യനില്ലേ, അവൻ്റെ മരണം മസ്തിഷ്ക മരണമാണ് എന്നല്ലേ റിപ്പോർട്ട്. പക്ഷേ അതല്ല സത്യം. അതൊരു കൊലപാതകമാണ്. അമിതമായ ഡ്രഗ്സ് കുത്തിവെച്ചാണ് അവൻ മരിച്ചിട്ടുള്ളത്. ഈ കൊലയ്ക്ക് ഞാൻ സാക്ഷിയാണ്. പക്ഷേ അന്ന് എനിക്ക് അത് തടയാൻ സാധിച്ചില്ല. എൻ്റെ കൺമുമ്പിൽ കണ്ട ആ കാഴ്ചയുടെ ഭീതിയിൽ എനിക്ക് മുൻപിൽ സംഭവിക്കുന്നത് എന്താണെന്ന് ഞാൻ പോലും തിരിച്ചറിഞ്ഞില്ല. മീര, നീ എന്തൊക്കെയായി പറയുന്നത്? കൊലപാതകമോ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല.
തെളിച്ചു പറ, ഫെർണാണ്ടസ് ഭീതിയോടെ ചോദിച്ചു. അതുമാത്രമല്ല സാർ, ഇതിനു മുൻപും OTയിൽ പലരും മരിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ സർജറികൾ വളരെ നോർമലായിരുന്നു താനും. അവരൊക്കെ പെട്ടെന്ന് കൊളാപ്സ് ആകുകയാണ് ചെയ്തത്. എല്ലാം കൂട്ടി വായിക്കുമ്പോൾ എവിടെയോ എന്തോ ശരിയല്ല എന്നൊരു തോന്നൽ. മീര അത് പറഞ്ഞു നിർത്തുമ്പോൾ ഫെർണാണ്ടോയുടെ ശരീരം കിടുകിട വിറച്ചു. സിസ്റ്റർ, എന്താ സംഭവിച്ചത്? അത് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ധൈര്യമെല്ലാം ചോർന്നു പോയിരുന്നു. നിങ്ങൾ പറയുന്നതിൽ സത്യമുണ്ടെങ്കിൽ ആര് എന്തിനു വേണ്ടി രോഗികളെ കൊല്ലണം? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. സത്യത്തിൽ ഒരു അലർച്ച പോലെയാണ് ഫെർണാണ്ടസ് അത് ചോദിച്ചത്. ഡോക്ടർ തോമസ്, മീര ശബ്ദം താഴ്ത്തി പറഞ്ഞു. നോ മീര, തോമസ്, അദ്ദേഹം ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഒരു ഡോക്ടറും അങ്ങനെ ചെയ്യില്ല. തനിക്കെന്തോ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട്. ഫെർണാണ്ടസിൻ്റെ ശബ്ദം വല്ലാതെ ഇടറിയിരുന്നു. ആരോ ഒരാൾ തുടരും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും മടി കാണിക്കരുതേ. അടുത്ത ഭാഗവുമായി വീണ്ടും വരും വരെ ബൈ ബൈ, സ്റ്റേ സേഫ്.